രക്ഷിതാക്കളോട് ഇസ്ലാമിന് പറയാനുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളാണ് അവരെ വളർത്തിയത്, നിങ്ങളാണ് അവരെ ഗർഭം ചുമന്നത്, നിങ്ങളാണ് അവരെ പ്രസവിച്ചത്, നിങ്ങളാണ് അവർക്ക് വേണ്ട എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്തത്. കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി ഇങ്ങനെ വളർത്തി 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 വലുതാക്കി കൊണ്ടുവന്നത് ആരാന്റെ കയ്യിലെ കളിപ്പാവകളായി അവർ മാറാനല്ല. ലിബറലുകാരുടെ അവരുടേതായ തെമ്മാടിത്തത്തിന് റാഞ്ചി കൊണ്ടുപോകാനുള്ളതല്ല നമ്മുടെ മക്കൾ. അവർ നമ്മുടെ മക്കളാണ്. നമ്മുടെ പണം ചെലവഴിച്ചത്, നമ്മളേറെ പ്രാർത്ഥിച്ചത്, നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഊണും ഉറക്കവും അഴിഞ്ഞുകൊണ്ട് അവരുടെ കാര്യത്തിൽ ചിന്തിക്കുന്നത്, അവരുടേതായ ഭാവിക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ക്രമീകരണങ്ങളും ആലോചനകളും നടത്തുന്നത് മുഴുവനും അവർ നമുക്ക് ദുന്യാവിലും ഉപകരിച്ചെങ്കിൽ ഉപകരിക്കാം, ഒന്നുമില്ലെങ്കിൽ ആഖിറത്തിൽ എന്തായാലും അവർ നമ്മുടെ കൂടെ വേണം. നമ്മൾ മരിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കുന്ന, ഇടതടവില്ലാതെ നമ്മുടെ മഗ്ഫിറത്തിന് വേണ്ടി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിലക്കുള്ളവർ മക്കളാകുവാനാണ് നമ്മൾ അവരെ വളർത്തിയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ജാഗ്രത നമുക്കും വേണം. അവർക്കുള്ള സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുന്നതിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. നിനക്ക് പറ്റിയ കൂട്ടുകാരിന്നവരൊക്കെയാണ് മോനെ, ഇന്ന കൂട്ടുകാരി നിനക്ക് ചേർന്നതല്ല. അവരുമായിട്ടുള്ള ബന്ധം നീ പതുക്കെ പതുക്കെ വേഗത്തിൽ വിച്ഛേദിച്ചേക്കണം എന്നൊരു ഉപ്പയോ ഉമ്മയോ രക്ഷിതാവോ മക്കളോട് പറയുന്നുവെങ്കിൽ അവരതനുസരിച്ചേക്കണം. കാരണം ഒരു ബാപ്പയാവട്ടെ ഉമ്മയാവട്ടെ തന്നോട് ഗുണകാംക്ഷയുള്ള തന്റെ ബ്രദറാവട്ടെ അങ്ങനെ ഒന്ന് പറയണമെങ്കിൽ അവരെന്തെങ്കിലും അറിയാതെ അത് പറയുകയില്ല. അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ പറയുന്നത് എന്നോർത്തുകൊണ്ട് കൃത്യമായി തന്നെ അവർക്ക് നല്ല കൂട്ടുകാരിലേക്ക് ദിശാബോധം നൽകിക്കൊണ്ട് ആ വിധത്തിൽ ശ്രദ്ധിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. ഇല്ലെങ്കിൽ അവർ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് അവര് തകർത്ത് കളയുകയാണ് ഉണ്ടാവുക.